നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരപ്രദർശനം ഉദ്ഘാടന വേദിയിൽ വിവാദം. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖ് നോമിനേഷൻ സമർപ്പിച്ചു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ വാഹന പരിശോധന ശക്തമാക്കി. നടത്തറ ഗ്രാമപഞ്ചായത്ത് എരവിമംഗലം 18ാം വാർഡിൽ ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇരവിമംഗലം ALP സ്കൂളിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരപ്രദർശനം ഉദ്ഘാടന വേദിയിൽ വിവാദം. പൂരം കലക്കൽ വിവാദവും പാചകവാതക പ്രതിസന്ധിയും ചർച്ചയായി. വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തി പൂരപ്രദർശനം ഉദ്ഘാടന സമ്മേളന വേദി. പാചകവാതകമില്ലാത്തതുമൂലം തൃപ്രയാർ ക്ഷേത്രത്തിൽ അന്നദാനം മുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആദ്യം ഉന്നയിച്ചു. ഗ്യാസ് പ്രതിസന്ധി മറികടക്കുവാൻ സംവിധാനമുണ്ടെന്നും തങ്ങൾക്ക് പാചകവാതകം ലഭ്യമായെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് മറുപടി നൽകി. പാചകവാതകം കിട്ടാനില്ലെന്നും പാവപ്പെട്ടവർക്ക് ജീവിക്കുവാനാകാത്ത സ്ഥിതിയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആരോപണമുന്നയിച്ചു. വാണിജ്യ വിഭാഗത്തിന് 20% പാചകവാതക വിതരണമെന്നും കളക്ടർക്ക് അതിനധികാരം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടിയായി ചൂണ്ടിക്കാട്ടി. 20% എന്നത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വെട്ടിച്ചുരുക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഹോട്ടലുകാർക്ക് 20% വിഹിതം നൽകണമെന്ന് ഉത്തരവ് കളക്ടർമാർ നടപ്പാക്കുന്നുണ്ട് എന്നും ഇതൊക്കെ നടപ്പാക്കാൻ നാട്ടിലുള്ള കളക്ടർമാർ ഉണ്ടായാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പൂരം കലക്കിയത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും പരിചയക്കുറവും കൊണ്ട് അലങ്കോലപ്പെട്ട പൂരമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. 10 ദിവസങ്ങളായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും EPCലിനും IOCലിനും ഹെഡ്സിന് എഴുതാൻ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ചതിനോടൊപ്പം തന്നെ പ്രതിഷ്ഠാനാണ് മറ്റന്നാൾ. അതിന് 40 സിലിണ്ടറുകൾ പാസ്സാക്കി. അതുകൂടാതെ ചാന്തികെട്ട് നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ ചാന്തികെട്ട് പ്രവർത്തിക്കാനായിട്ട് ഡെയിലി 10 സിലിണ്ടർ ഗ്യാസ് പാസ്സാക്കി. അതുകൂടാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്റ്റോളുകൾ നമ്മുടെ കുഴപ്പമില്ലാണ്ട് പോകണമെങ്കിൽ ഈ പല രാജ്യത്തിനും പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സിലിണ്ടർ ആനായിട്ട് അദ്ദേഹം പാസ്സാക്കി. അപ്പോൾ അതിന് നന്ദി പറയണം. ആ 20% ഇവിടുത്തെ സിവിൽ സപ്ലൈസിന്റെ ഉദ്യോഗസ്ഥരങ്ങ് വെട്ടിച്ചുരുക്കി. ഇലക്ഷന് പൂരം കലക്കിയതുപോലെ ഗ്യാസും കലക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഇന്നലെ ഞാൻ അളത്ത് മുറിച്ച് സ്റ്റിച്ച് ഇടാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് 20% ഹോട്ടലുകാർക്ക് കൊടുത്തോണമെന്നുള്ള ഓർഡർ ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടലുള്ള കളക്ടർമാരുണ്ടായാൽ മതി. ഇനി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മൊഴിയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമോ അന്ന് ഞാൻ ചോദിക്കും. 2025 ആദ്യത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ വരികൾ ഇതാണ്: കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട് അലങ്കോലപ്പെട്ട പൂരം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനപ്പുറം കേരളത്തിന് ഒരു രാഷ്ട്രീയ മുതലാളിയുടെയും അഫിഡവിറ്റ് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട്, അവരുടെ പരിചയക്കുറവ് കൊണ്ട്, കൃത്യമായി നമുക്ക് പേരുകൾ അതിൽ നിന്ന് കുറിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ഇലക്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പരിപാവനമായ ഒരു മണ്ണിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയാണ് അർപ്പിച്ചത്. വെസ്റ്റ് ഏഷ്യയിൽ അസമാധാനമുണ്ടെങ്കിൽ അത് ഒടുങ്ങണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അത്രേ വേണ്ടൂ. സാമ്രാജ്യത്വവും ഒന്നുമില്ല. താങ്ക് യു. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് നമോ ഭവനിൽ നിന്ന് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ ചെമ്പുകാവിലെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ മുൻപാകെ സമർപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഭഗവത് കൂബെ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, ജില്ലാ സെക്രട്ടറിമാരായ നിബിൻ ശ്രീനിവാസൻ, N. റോഷൻ, മണ്ഡലം പ്രസിഡന്റുമാരായ അശ്വിൻ വാര്യർ, പ്രശാന്ത് NH, ജില്ലാ സെൽ കൺവീനർ പ്രിനീഷ് NH, ഫിബിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖ് നോമിനേഷൻ സമർപ്പിച്ചു. ARO തലപ്പിള്ളി തഹസിൽദാർ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാവിലെ KSN സ്മാരക മന്ദിരത്തിൽ നിന്ന് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് താലൂക്ക് ഓഫീസിലേക്ക് പോയത്. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, നേതാക്കന്മാരായ MP വിൻസെന്റ്, അനിൽ അക്കര, രാജേന്ദ്രൻ അരങ്ങത്ത്, K അജിത് കുമാർ, ജിജോ കുര്യൻ, NR സതീശൻ, PJ രാജു, ഷാഹിദ റഹ്മാൻ, NA സാബു, PG ജയദീപ്, അഭിലാഷ് പ്രഭാകരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, O ശ്രീകൃഷ്ണൻ, ഘടകകക്ഷി നേതാക്കളായ CV കുര്യാക്കോസ്, തോമസ് മാസ്റ്റർ, സെലക്ട് മുഹമ്മദ്, ജോണി ചിറ്റിലപ്പള്ളി, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, ഹംസ നാരോത്ത്, മനോജ് കടമ്പാട്ട്, ഉദയൻ കളരിക്കൽ തുടങ്ങി UDFന്റെ പ്രധാന നേതാക്കന്മാരും മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത്, വാർഡ് നേതാക്കന്മാരും പ്രതിനിധികളും പങ്കെടുത്തു. ദർശന സർവീസ് സൊസൈറ്റിയും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദർശന സർവീസ് സൊസൈറ്റിയും ദർശന ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച വാർഷികാഘോഷം, മെഡിക്കൽ ക്യാമ്പ്, വീൽചെയർ വിതരണം എന്നിവ അമല ഹോസ്പിറ്റൽ ചാപ്പലിൽ നടന്നു. ദർശനയുടെ സ്ഥാപക ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലിന്റെ ജന്മദിനാഘോഷം, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾക്കായുള്ള മെഡിക്കൽ എയ്ഡ്സ് പദ്ധതി പ്രഖ്യാപനം, ദർശന എക്സലൻസ് അവാർഡ് വിതരണം, 2025-26 പ്രവർത്തന റിപ്പോർട്ട് അവതരണം എന്നിവയും നടന്നു. തുടർന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ജോയിന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ഷിബു പുത്തൻപുരിക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ക്യാമ്പിനായി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതോടൊപ്പം പങ്കെടുത്തവർക്ക് 45% ഇളവ് നൽകുന്ന തീരുമാനം അദ്ദേഹം അറിയിച്ചു. മുഖ്യാതിഥിയായ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ് സാമൂഹിക സേവനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ടു. കൂടാതെ ഡോക്ടർ സാന്ദ്ര പോൾസൺ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ ഏകദേശം 110ഓളം പേർ പങ്കെടുത്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് എരവിമംഗലം 18-ാം വാർഡിൽ ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് LPS ഇരവിമംഗലം സ്കൂളിൽ നടത്തി. ഡോക്ടർ ഏലിയാമ റാഫേൽ, ഡോക്ടർ പിംസി പോളി, ഭരദ്വാജ് S. പ്രസാദ്, ഭഗീരഥ് S. പ്രസാദ്, അർജുൻ പ്രകാശ്, K. അരുൺ പോൾ, അരുൺ ബെറ്റി, സ്നേഹ ആന്റണി, KR നീനു തുടങ്ങിയ പ്രമുഖ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. മെഡിക്കൽ ക്യാമ്പിന് പഞ്ചായത്ത് അംഗം ജിത്ത് ചാക്കോ നേതൃത്വം നൽകി. ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യന്മാരായ കേരള വനിതാ ടീമിന് സ്വീകരണം നൽകി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ മാർച്ച് 5 മുതൽ 20 വരെ നടന്ന 26ാമത് ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 8 വർഷങ്ങൾക്കു ശേഷം കിരീടം നേടിയ കേരള യൂത്ത് വനിതാ ടീം അംഗങ്ങൾക്കും ഒഫീഷ്യൽസിൽ നിന്നും കേരള സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഗുജറാത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, വെസ്റ്റ് ബംഗാൾ, ഹരിയാന, തമിഴ്നാട് എന്നീ ശക്തരായ ടീമുകളെ പരാജയപ്പെടുത്തി കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് കേരളം കിരീടത്തിൽ മുത്തമിട്ടത്. സ്വീകരണ ചടങ്ങിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ബിജു രാജ്, ജോയിന്റ് സെക്രട്ടറി ബിന്നി, സെക്രട്ടറി ജോഷി ജോർജ്, പ്രസിഡന്റ് P. ശിവകുമാർ, അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂരിൽ വോട്ടർ അവബോധ രാത്രി നടത്തം സംഘടിപ്പിച്ചു.
യുവജനങ്ങളിൽ വോട്ടിംഗ് അവബോധ പരിപാടിയായ സ്വീപ് പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം വോട്ടർ അവബോധ നൈറ്റ് വോക്ക് സംഘടിപ്പിച്ചു. ജില്ലയിലെ സ്വീപ് പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിന് ഇതോടെ തുടക്കമായി. ജനാധിപത്യത്തിൽ ഓരോ വോട്ടിന്റെയും പ്രാധാന്യം യുവജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. തൃശൂരിലെ നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച പരിപാടി പോപ്പോൾ മേഴ്സി ഹോമിലെ ഭിന്നശേഷിക്കാരുടെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ തുടങ്ങി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പട്ടിക്കാട് സെന്ററിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി PG പോലീസിന്റെയും SFBയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. PG പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് പട്ടിക്കാട് സെന്റർ ചുറ്റി പഞ്ചായത്ത് പരിസരത്തുള്ള ബസ് സ്റ്റാൻഡ് വഴി മണ്ണുത്തി വടക്കാഞ്ചേരി നാഷണൽ ഹൈവേ സർവീസ് റോഡ് വഴി പോലീസ് സ്റ്റേഷനിൽ എത്തി സമാപിച്ചു. SI റിഷാദ് അലി റൂട്ട് മാർച്ചിൽ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ നേരിടുന്നതിനായി പോലീസും സേനയും പൂർണ്ണ സജ്ജരാണെന്ന് അറിയിക്കുന്നതിനു വേണ്ടിയാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്.
കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ സന്ദർശനം നടത്തി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ ചരിത്രപ്രസിദ്ധമായ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠ നിർവഹിച്ചതും ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിക്കപ്പെട്ടതുമായ പുണ്യഭൂമിയിലെത്തി അദ്ദേഹം പ്രാർത്ഥനകൾ അർപ്പിച്ചു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുന്നതിന്റെ ഭാഗമായി എത്തിയ രാജൻ ജെ പല്ലനൊപ്പം ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്തുമുണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളുമായും ഭക്തജനങ്ങളുമായും സൗഹൃദം പങ്കിട്ട സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിന്റെ വികസനത്തിന് ഗുരുദേവ ദർശനങ്ങൾ മാതൃകയാകുന്നുവെന്ന് വ്യക്തമാക്കി. തൃശൂരിന്റെ മുൻ മേയർ കൂടിയായ രാജൻ ജെ പല്ലനെ സ്നേഹപൂർവ്വമാണ് കൂർക്കഞ്ചേരിയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. പ്രാദേശിക UDF നേതാക്കളും പ്രവർത്തകരും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വിജയം ഉറപ്പിക്കുന്നതിനായി തെക്കുംകര മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുന്നമ്പറമ്പ് പ്രിയ കല്യാണ മണ്ഡപത്തിൽ നടന്നു. DCC സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ PJ രാജു, NR സതീശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PJ ജയദീപ്, UDF നേതാക്കളായ സെലക് മുഹമ്മദ്, KD സാബു, P രാധാകൃഷ്ണൻ, O ശ്രീകൃഷ്ണൻ, VM കുര്യാക്കോസ്, എൽദോ തോമസ്, ജോസഫ് പൂമല, NR രാധാകൃഷ്ണൻ, K ചന്ദ്രശേഖരൻ, IA സബീല, തോമസ് പുത്തൂർ, VG സുരേഷ് കുമാർ, വർഗീസ് വാഗയിൽ, ജോണി ചിറ്റിലപ്പിള്ളി, വറീദ് ചിറ്റിലപ്പിള്ളി, സണ്ണി മാരിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ ജിജോ കുര്യൻ, PJ രാജു, NR സതീശൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് PG ജയദീപ്, കേരള കോൺഗ്രസിൻ്റെ പ്രിയങ്കരായ ജില്ലാ കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹി സാബു, പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ തോമസ് പുത്തൂർ, ചന്ദ്രശേഖരൻ, പ്രിയപ്പെട്ട IUDFയുടെ പ്രിയങ്കരായ നേതാവ് പ്രിയപ്പെട്ട കുര്യാക്കോസേട്ടൻ, പ്രിയപ്പെട്ട നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ജോസഫ് പേട്ടൻ, NR രാധാകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സബീല, പ്രിയപ്പെട്ട തെക്കേക്കരയെ ഏറ്റവും അഭിമാനകരമായ ഗ്രാമപഞ്ചായത്തായി വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ, മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ, ശങ്കരേട്ടൻ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, സുരേഷേട്ടൻ അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, അതുപോലെ തന്നെ തെക്കേക്കരയിലെ ഈ മണ്ണ് ചോക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ വാഹന പരിശോധന ശക്തമാക്കി. വോട്ടർമാരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള പണം, മദ്യം, മയക്കുമരുന്ന്, മറ്റ് സമ്മാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിലവിൽ 19 ഫ്ലൈയിംഗ് സ്ക്വാഡ് ടീമുകളുടെ 22 സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമുകളുമാണ് പരിശോധനയ്ക്കായി രംഗത്തുള്ളത്. ഓരോ ടീമിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ, സായുധരായ പോലീസ് ഉദ്യോഗസ്ഥർ, വീഡിയോഗ്രാഫർ എന്നിവർ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും സുരക്ഷിതവുമാകുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കും. പൊതുജനങ്ങൾ പരിശോധനകളോട് സഹകരിക്കണം. കൂടാതെ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുമാണ്. ഏവന്നൂർ ശ്രീ തേൻകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി വേലയോട് അനുബന്ധിച്ച് സമസ്ത ഏവന്നൂരിന്റെ വേലവരവ് ആഘോഷം അതിഗംഭീരമായി നടന്നു. സമസ്ത സംഘടനയുടെ നേതൃത്വത്തിൽ വജ്ര ഗരുഡ കലാസമിതി, ശ്രീരഞ്ജിനി നാടൻ കലാരൂപം, യുദ്ധ തമ്പോലം, ഓം ശിവ ശിങ്കാരിമേളം എന്നീ പരിപാടികൾ നടന്നു.
മംഗലം അമ്മാട്ടി ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാടിന്റെ മേൽശാന്തി ദുർഗാദാസ് പുളയത്തിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ഗണപതി ഹോമം, നവകം പഞ്ചഗവ്യം, വിശേഷാൽ മഞ്ഞളാട്ടം എന്നിവയും നടന്നു. വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ
താലം വരവ് നടക്കും. 7:30 വടക്കും വാതിൽക്കൽ മഹാഗുരുതി അത്താഴപൂജ എന്നിവ നടക്കും. കമ്മിറ്റി അംഗങ്ങളായ ശശി സുനിൽ, പ്രമോദ് ശങ്കരനാരായണൻ, മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 24-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 24 ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ 3:30-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, 3:45-ന് അഭിഷേകം, മലർ നിവേദ്യം, 8:30-ന് തിടമ്പേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെ ശ്രീവേലി. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ 7500-ലധികം പേർക്ക് വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. 3:30 മുതൽ 4:30 വരെ വഴിപാട്, പൂരങ്ങൾക്ക് വരവേൽപ്പ്. 5 മണി മുതൽ 7:15 വരെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 മുതൽ ക്ഷേത്രം മൈതാനത്ത് ഭൈരവി മ്യൂസിക് ബാൻഡിന്റെ ഭജൻ സന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. ആഘോഷത്തിനാവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഒരു പിറന്നാൾ ദിനം കൂടി വരവായി. ഇത്തവണ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് ക്ഷേത്രം ഭരണസമിതിയോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം രാജേഷ്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ ദേവിയുടെ പിറന്നാളുമായിട്ട് ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ സാധാരണ പരീക്ഷകളുടെ സമയത്ത് അധികം വരാറില്ല. ഈ വർഷം പരീക്ഷകളുടെ ഇടയിലാണ്, പ്രത്യേകിച്ച് SLC അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ 8000 to 10000 ആളുകൾക്കാണ് നമ്മൾ സദ്യ ഒരുക്കാറ്. ഈ വർഷം നമ്മളതൊരു 7500-ലേക്കായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 10:30 മുതൽ ഏകദേശം ഒരു 1 മണിക്കകത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു 1:30-ക്കുള്ളിൽ തന്നെ ഇത്രയധികം ആളുകൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള മൈതാനം തന്നെ നമ്മൾ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര മണ്ഡപത്തിനകത്തും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയാം, ഇപ്പോൾ വളരെ ചൂടും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും അപ്പോൾ ക്യൂ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് പന്തലിടാനും ആ പന്തലിൽ നിന്ന് അവർക്ക് ക്യൂവിൽ കൂടെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെമ്പൂത്ര ഏകദേശം ഈ വരി നിൽക്കുന്ന ആളുകൾക്ക് വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത്രയും അധികം ആളുകളാണ്, ഏകദേശം ഒരു 500-600 പേര് ഒരു ട്രിപ്പ് നമുക്ക് പുറത്തുള്ള പന്തലിലും 150 ആൾ ഉള്ളിലിരിക്കും.
അപ്പോൾ വർഷങ്ങളായിട്ട് നമുക്കത് നമുക്ക് അതൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ഭക്തജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോ ഇവിടെയാണല്ലോ ഒരു പന്തൽ വരാൻ പോകുന്നത്. ഇത് നമ്മൾ താൽക്കാലികമായിട്ടിടുന്ന പന്തലാണ് ഈ സദ്യക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ഏകദേശം കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനകത്ത് ഇരുത്തിയത് 600 പേരെയാണ് ഒരേ സമയത്ത് ഇരുത്തിയിട്ടുള്ളത്. ഈ 600 പേരും ഏകദേശം ഒരു 10-15 മിനിറ്റിനകത്ത് 600 പേരെ ഭക്ഷണം കഴിച്ച് നമുക്ക് പുറത്തേക്ക് ഇറക്കണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലായിട്ട് ഇനി അവിടെ ഷാമിയാനിയിലാണ് നമ്മൾ ആളുകളെ ക്യൂ നിൽക്കാനായിട്ടുള്ള സംവിധാനം. ഒപ്പം മണ്ഡപത്തിനകത്ത് നമുക്ക് 150 പേരോളം നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഏകദേശം 800 പേരോളം ഒരു ട്രിപ്പിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങും. ഒപ്പം ഇത് നമ്മൾ രാവിലെ 10:30 മുതൽ ഏകദേശം നമ്മൾ സദ്യ തുടങ്ങും. ഏകദേശം 1:30-2 മണിക്കകത്ത് നമുക്ക് സദ്യ എല്ലാം തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം പിന്നെ നമ്മളുടെ പൂരം എഴുന്നള്ളിപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങും. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, ഗാർഹിക ഗ്യാസ് മാത്രമേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ഗ്യാസ് നമുക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ അധികം ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഗ്യാസും മറ്റുള്ള സംവിധാനം. ഈ വർഷം നമ്മൾ വിപുലമായിട്ടുള്ള അടുപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ പപ്പടം കാശുന്ന ഒരു ഇത് മാത്രമാണ് നമ്മൾ ഗ്യാസിലുള്ളൂ. ബാക്കിയുള്ള ഈ എല്ലാ സദ്യയുടെ ചുറ്റുവട്ടങ്ങളും നമ്മൾ പുറത്തുള്ള വിറകടുപ്പിലാണ്. ആരാണ് സദ്യ ഒരുക്കുന്നത്? നമുക്ക് വർഷങ്ങളായിട്ട് നമുക്ക് നമ്മളുടെ പിറന്നാൾ സദ്യ ഒരുക്കുന്നത് സുന്ദരേട്ടനാണ്. അദ്ദേഹത്തിന്റെ വീട് ചെമ്പൂത്ര കുരങ്ങമ്പാറ ആണ്. വർഷങ്ങളായിട്ട് നമ്മുടെ പിറന്നാൾ സദ്യ ഒരുക്കലും വിപുലമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, ഇതുവരെ പോലും നമുക്കൊരു പ്രശ്നങ്ങളില്ലാതെ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ ഒരുക്കി തരുന്ന ആളാണ്. ഒരുക്കങ്ങളുടെ പാത്രങ്ങളാണത്. ഒരുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോ ഇവിടെ നമ്മൾ കാണുന്നത്. എല്ലാ കൊല്ലവും സേവാഭാരതിയാണ് വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവരുടെ ഒരു 100 അംഗ സംഘമാണ് സേവാഭാരതിയിൽ വരാറ്. ഇത്തവണയും അവരുടെ തന്നെ വരുന്നുണ്ടോ? ശരി, അതെ, ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഈ 800 പേരെ ഒരേ സമയം ഭക്ഷണം കൃത്യമായിട്ട് വിളമ്പുകയും അല്ലെങ്കിൽ അതൊരു സദ്യയായിട്ടാണ് നമ്മൾ, ഒരു അന്നദാനമല്ല, സദ്യയായിട്ടല്ല, നമ്മൾ ആവശ്യാനുസരണം ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം 10 വർഷത്തിലധികമായി നമ്മുടെ അന്നദാനം ഈ സദ്യ അവരാണ് നമുക്ക് ചെയ്തു തരുന്നത്. അവരൊരു 100 അംഗ സംഘമുണ്ട്. കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് അവർ ചെയ്തു തരും. അവരാണ് ഇതിൻ്റെ ഒരു ഏറിയ ഭാഗവും നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മൾ ഭക്ഷണം ഒരുക്കുക, മറ്റുള്ള ക്യൂ നിർത്താൻ, മറ്റുള്ള കാര്യങ്ങൾ, സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിൽ ഇടപെടാറില്ല. അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താൽ അവർ കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഈ വർഷവും അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് അറിവ്. പ്രസാദമായിട്ടുണ്ടാവും അത് പിന്നെ അത് നമ്മളവിടെ നിന്ന് കുറച്ച് പായസം നമ്മൾ ഇതുണ്ട്, പ്രസാദമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇടിച്ചുകുത്തി പായസം എന്നാണ് അതിൻ്റെ ഉള്ള ഇതുള്ളത്. അപ്പം അത് നമ്മൾ കുറച്ചായിട്ട്, അത് കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തീരുന്നവരെ നമ്മൾ കൊടുക്കും. ഒപ്പം ഈ നമ്മുടെ ഈ അന്നദാനവും സദ്യ എല്ലാം കഴിഞ്ഞ വൈകിട്ട് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൊരു സംഭവമാണ് ഭജൻസ്. അപ്പോൾ ആ ഭജൻസ് ഉണ്ട് ഇവിടെ. ഗംഭീരമായിട്ടുള്ളൊരു ടീമാണ്. അത് കാണാനും ഏകദേശം ഒരു 10,000-3000 പേർക്കുള്ള കസാരയൊക്കെ നമ്മൾ ഒരുക്കി ഗംഭീരമായിട്ട് 7:30 മുതൽ തുടങ്ങി 10 മണി വരെയാണ്. നമ്മളുടെ 7:15 കൂടി നമ്മുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിയും. അതിനുശേഷം നമ്മുടെ 7:30-7:45 കൂടി പ്രോഗ്രാം തുടങ്ങും. 10 മണി വരെയാണ്. അതും എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പൊന്നൂക്കര മൈബിളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. പ്രതിഷ്ഠാദിനമായ ചൊവ്വാഴ്ച രാവിലെ നട തുറപ്പ്, ഗണപതി ഹോമം, എതിർത്ത് പൂജ, സഹസ്ര കുംഭാഭിഷേകം, കലശാഭിഷേകം തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം മേൽശാന്തി തോട്ടപ്പുറത്ത് ഇല്ലം നാരായണ ശർമ്മ സഹകാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സമാജങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെയുള്ള പൂരം വരവ്, രാത്രി 8:30 കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടത്തും. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. 67 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പിടിയിൽ. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുന്നയൂർകുളം കുമാരൻപടി റോഡ് പരിസരത്തു നിന്നുമാണ് 67 കിലോയിലധികം കഞ്ചാവുമായി കോട്ടയം അതിരപ്പുഴ മുണ്ടക്കൈപ്പാടം സ്വദേശിയായ മങ്കിലേറ്റു വീട്ടിൽ ലിൻഡോ ജോസഫിനെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ പിടികൂടിയത്. ഡാൻസ് ഓഫ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രാത്രി പുന്നയൂർകുളം കുമാർപടി റെഡ് ഹൌസ് പരിസരത്ത് സർവീസ് റോഡിൽ വെച്ച് പൊന്നാനി ഭാഗത്തു നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയതിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വാഹനത്തിന്റെ ഡ്രൈവറുടെ ക്യാബിനോട് ചേർന്ന്
തകിടിൽ സ്ക്രൂ ചെയ്ത് പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഒല്ലൂർ ഫ്രണ്ട്സ് റോഡ് മടത്തിപ്പറമ്പിൽ പരേതനായ ശങ്കരൻകുട്ടിയുടെ മകൻ ഷൈജൻ അന്തരിച്ചു. സംസ്കാരം നടത്തി. ഓട്ടോ ഡ്രൈവറായിരുന്നു. അമ്മ പരേതയായ തങ്കമ്മ, ഭാര്യ ഇന്ദിര, മക്കൾ സൗരവ്, സരാങ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരപ്രദർശനം ഉദ്ഘാടന വേദിയിൽ വിവാദം. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖ് നോമിനേഷൻ സമർപ്പിച്ചു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ വാഹന പരിശോധന ശക്തമാക്കി. നടത്തറ ഗ്രാമപഞ്ചായത്ത് എരവിമംഗലം 18ാം വാർഡിൽ ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇരവിമംഗലം ALP സ്കൂളിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.